നമ്മൾ കണ്ടു ഏതൊക്കെയാണ് 5 ഭാഷകൾ എന്നുള്ളത്. വേർഡ്സ് ഓഫ് എഫർമേഷൻ, റിസീവിങ് ഗിഫ്റ്റ്സ്, ക്വാളിറ്റി ടൈം, ആക്ട്സ് ഓഫ് സർവീസ്, ഫിസിക്കൽ ടച്ച്. ഇതിൽ നിന്ന് നമ്മൾ വേർഡ്സ് ഓഫ് എഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വാക്കുകൾ, വാക്കുകളാണ്, വാക്കുകളിലൂടെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അത് എഴുത്തിലൂടെ ആവാം, പറച്ചിലൂടെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ അത് കേൾക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അവരത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ വലിയ കാര്യം നേടണമെന്നില്ല. ഓരോ ദിവസം നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ സന്തോഷമാണ്. പിന്നെ നമ്മൾ ക്വാളിറ്റി ടൈം കണ്ടു. ക്വാളിറ്റി ടൈമിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയാണ് അവർക്ക് വേണ്ടത്. ഒരു ദിവസത്തിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധ തിരിച്ച് അവരോട് സംസാരിക്കുകയോ അവരുടെ കൂടെ അർത്ഥവത്തായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവർക്ക് വളരെയധികം ഇഷ്ടാവും. അതാണ് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. അപ്പൊ അവർക്ക് മനസ്സിലാവും, ആ, എന്നെ വിലയുണ്ട്, അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ട്. അങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ശ്രദ്ധ ഉണ്ടാവണം. പൂർണ്ണമായും ആ സമയം ആ വ്യക്തിയോടൊപ്പമായിരിക്കണം. നമ്മൾ വേറെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടത് റിസീവിങ് ഗിഫ്റ്റ്സ്. വിഷ്വൽ ആയിട്ടാണ് അവർക്ക് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വേണ്ടത്. ചെറുതും വലുതുമായ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരതിൻ്റെ മൂല്യം ശ്രദ്ധിക്കില്ല. അവർ ശ്രദ്ധിക്കുന്നത്, ആ, നിങ്ങൾ എന്നെ പറ്റി ഓർത്തു, എനിക്ക് വേണ്ടി ഇത് വേടിച്ചു വാങ്ങിച്ചു, അപ്പോൾ എൻ്റെ സന്തോഷത്തിന്റെ കരുതലുണ്ട്. എൻ്റെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നു. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ, എല്ലാവർക്കും ക്ലിയർ ആണോ? അൺമ്യൂട്ട് ചെയ്തോ? ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ചു നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെയാ. ഇപ്പൊ ഇപ്പൊ ഓക്കെ ആണല്ലേ? ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്ന നാലാമത്തെ ലവ് ലാംഗ്വേജ്, സ്നേഹത്തിന്റെ ഭാഷ, ആക്ട്സ് ഓഫ് സർവീസ് എന്നാണ്. സേവനത്തിന്റെ പല രീതികൾ അല്ലെങ്കിൽ പല ആക്ഷൻസ്. ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി തന്നെ ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിനെ സഹായിക്കുക. അതാണ് അവർക്ക് അവർക്ക് അവരുടെ എന്തെങ്കിലും ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. നമ്മൾ അവർക്ക് അത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അവർക്ക് അതിനെപ്പോഴും ഇഷ്ടമുള്ള വേറൊരു കാര്യമില്ല, അല്ലേ? അതായത് ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ദ തിങ്സ് യു ഡു ടു ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബേർഡൻസ് ഓഫ് അതേഴ്സ്. മറ്റേ ആളുടെ ഭാരം കുറയ്ക്കുന്നത്. അതെ, അതാണ് അവർക്ക്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അവരോട് എത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ടോ അവർക്ക് ഗിഫ്റ്റ്സ് വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവർക്കത് മനസ്സിലാവില്ല. അവരുടെ ഭാഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ച് ഈസി ആക്കി തരണം, എന്നെ സഹായിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അടുക്കളയിൽ അടുക്കള പണിയാണെങ്കിൽ അടുക്കള പണിയിൽ വന്ന് ഒരു കൈ സഹായിക്കുക. ഏ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ എന്ത് തന്നെയായാലും അവരുടെ ചുമതല കുറച്ച് ഏറ്റെടുത്ത് അവരെ ദിവസം കുറച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു കാര്യമാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, വേണമെന്ന് വിചാരിച്ചിട്ടോ. പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അത്ര വാല്യൂ ഇല്ല. അറിഞ്ഞു ചെയ്യുന്നതിലാണ് വാല്യൂ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഒരാൾ പറയാണ്ട് തന്നെ ഇപ്പോൾ സപ്പോസ് ഒന്ന് പാത്രങ്ങൾ പോയി കഴുകി, ഇപ്പൊ ഹസ്ബൻഡ്സ് പോയി സാധാരണ കൈകാറില്ല, പക്ഷെ ഒരു ദിവസം പോയി പാത്രം കഴുകി, അതൊക്കെ അവർക്ക് വലിയ സന്തോഷം, അല്ലെ? അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ വൈഫ് ചെയ്യാറുള്ളത് കാര്യം ഹസ്ബൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ഹസ്ബൻഡ് ചെയ്യാറുള്ള കാര്യം വൈഫ് ചെയ്യേ. അങ്ങനെ തന്നെ കുട്ടികളോടൊപ്പം അവരുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് സഹായിക്കുക, കൂടെ ഇരുന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഒരു കൈ സഹായിച്ചു കൊടുക്കാം. അവർക്ക് ഇഷ്ടമുള്ള സാധനം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി, അതാണ് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. പ്രവൃത്തിയിലൂടെ കാണിക്കണം. നേരത്തെ നമ്മൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈമിൽ ശ്രദ്ധ, വേർഡ്സ് ഓഫ് അഫർമേഷനിൽ വാക്കുകളൊക്കെയാണല്ലോ. ആക്ട്സ് ഓഫ് സർവീസിൽ പ്രവൃത്തിയാണ്. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇതില് എന്താ ചെയ്യാണ്ടിരിക്കണ്ടേ അതുണ്ടല്ലോ, നമ്മൾ അതും കണ്ടു, അല്ലെ? ഒരു ഭാഷ അവരുടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയും ചെയ്യാമെന്നുണ്ട്, പക്ഷെ എന്തൊക്കെയും ചെയ്തുകൂടാ. അത് വിപരീതമായിരിക്കും, അല്ലെ? അത് എന്താന്ന് ചെയ്യുന്നത്, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഹെൽപ്പിംഗ് ദ പേഴ്സൺ. അപ്പോൾ അവർക്ക് കൂടുതൽ പണി ഉണ്ടാക്കാണ്ടിരിക്കാം.
അവർക്ക് കൂടുതൽ പണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കുറെ അധികം ദേഷ്യം വരും. അത് അവരുടെ ടാങ്ക് നമ്മൾ ഖാലിയാക്കുന്ന തരത്തിലാണ്, അല്ലെ? ഏതെങ്കിലും കാര്യം വലിച്ചു വാരിയിട്ട് അങ്ങോട്ട് പോവാ, അപ്പൊ അവർക്ക് പണി കൂടി. അപ്പൊ അത് അവരുടെ ഭാഷയുടെ വിപരീതമാണ്. അവർക്ക് അപ്പൊ ദേഷ്യവും വിഷമവും, അല്ലെ? ഏതെങ്കിലും കാര്യം പറഞ്ഞതിന് ശേഷം ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അത് ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ദേഷ്യം. ആ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ കുറേ അധികം, ചിലവരൊക്കെ കുറേ അധികം പറയും, ദേഷ്യം പുറത്തേക്ക് എടുക്കും. നമ്മൾ വിചാരിക്കും ചെയ്യും, ഇതെന്താ ഇത്ര, അത് ചെയ്യല്ലോ, ഞാൻ നാളെ ചെയ്യാലോ, അല്ലെങ്കിൽ ഇപ്പൊ അത് എവിടേക്കെങ്കിലും ഓടിപ്പോണ്ടോ എന്നൊക്കെ നമ്മൾ പറയല്ലേ. നമ്മളെ സംബന്ധിച്ച് അത് വളരെ ചെറിയൊരു കാര്യമാണ്. അതിപ്പോ ചെയ്തില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നുണ്ട്. പക്ഷെ അവർക്ക് അതല്ല, അത് അവരുടെ ഭാഷയാണ്. എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ സ്നേഹമില്ല എന്നാണ് അവർ റീഡ് എനിക്ക് ചെയ്യുന്നത്. കേൾക്കണില്ല കേട്ടോ. കേൾക്കുന്നില്ലേ? ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ, അപ്പോൾ ചിലപ്പോ കേൾക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് കുറച്ച് കുറവാണ്. ഇപ്പൊ എവിടെ വെച്ചാ കേൾക്കല് നിർത്തിയത്? ഹലോ, കുറെ നേരമായോ കേൾക്കാഞ്ഞിട്ട്? ഇല്ല ഇല്ല, ജസ്റ്റ് ജസ്റ്റ് ഇപ്പോഴാ കേൾക്കാതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ എഫേർട്ട്, ടൈം, എനർജി, നമ്മുടെ പരിശ്രമം, സമയം, ഊർജം, ഇതൊക്കെ നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അത് സാക്രിഫൈസ്, ചിലർ സാക്രിഫൈസ് എന്ന് പറയും, അല്ലെ? ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ടാവും. അതൊക്കെ വലിയ വലിയ കാര്യമാണ് ഇവരെ സംബന്ധിച്ച്, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു എഫേർട്ടും ടൈമും എനർജിയും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ ആളുടെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ് ആണെങ്കിൽ ആളെ സ്നേഹിക്കപ്പെടുന്നു എന്ന് നല്ലൊരു ഫീലിംഗ് ആൾക്കുണ്ടാവും. ഇറ്റ് ഹാസ് ടു ബി ഫ്രീലി ഗിവൻ, നോട്ട് ഡിമാൻഡഡ്. ചോദിച്ചു വാങ്ങുന്ന സമയവും സേവനങ്ങൾക്ക് അത്ര വാല്യൂ ഇല്ല. അറിഞ്ഞു കൊടുക്കുന്ന സേവനങ്ങൾക്ക് ആണ് കൂടുതൽ വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, ഇതൊന്ന് ചെയ്തു തരാമോ, അതൊന്ന് ചെയ്തു തരാമോ, എന്നെ ഒരു കൈ സഹായിക്കും, ഞാൻ തന്നെയാണ് ഇതെല്ലാ പണിയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കംപ്ലൈന്റ് ചെയ്യുന്നത്. ആ കംപ്ലൈന്റ് ചെയ്യുന്നത് ആ പണി ചെയ്യാണ്ടിരിക്കാനുള്ള ഇതിനു വേണ്ടിയല്ല, അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ആണ് വേറെ വേറെ രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്താൽ മതി, അന്നത്തെ ദിവസത്തെ ലവ് ടാങ്ക് ഫുള്ളായിരിക്കും, അല്ലെ? അല്ലാണ്ട് ഒരു സഹായത്തിന് വേണ്ടിയല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് അത് സന്തോഷമാണ്, കാരണം അതാണ് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. അപ്പൊ അവർക്ക് പണി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുവോ, ചെയ്യാന്ന് പറയുന്നത് ചെയ്യാണ്ടിരുന്ന് കൊടുക്കുവോ, അതൊക്കെ അവരെ കുറേ അധികം വിഷമിപ്പിക്കുന്ന അത് ഒരിക്കലും ചെയ്യാണ്ടിരിക്കാം. ഒരു പക്ഷെ പണി എടുത്തില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ പണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള ടാങ്കും ഖാലിയായി പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ട്സ് ഓഫ് സർവീസ് എന്ന ലവ് ലാംഗ്വേജ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ടച്ച് ആണ്. ഫിസിക്കൽ ടച്ച്, ലവ് ലാംഗ്വേജ് ആയ ആൾക്കാർ സ്നേഹം അളക്കുന്നത് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന സെൻസേഷനിൽ കൂടിയാണ്. അതായത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടല്ലേ, 5 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ സർഫേസ് ഏരിയ ഉള്ളതാണ് നമ്മുടെ സ്കിൻ, എൻ്റെ ബോഡി. അപ്പൊ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന സെൻസേഷൻസിലൂടെയാണ് ഞാൻ സ്നേഹത്തിനെ തിരിച്ചറിയുന്നത്, സ്നേഹത്തിനെ അളക്കുന്നത്. ഫിസിക്കൽ ടച്ച് ലവ് ലാംഗ്വേജ് ആയ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവര് എല്ലാ കാര്യത്തിലും അവര് വന്ന് നമ്മുടെ വളരെ അധികം അടക്കും. ഒന്നില്ലെങ്കിൽ കണ്ട ഉടനെ ഷേക്ക് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ തോളത്ത് കൈ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ സംസാരിക്കുന്നത്. അവര് കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും, കൈയൊക്കെ പിടിച്ചിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് എന്ത് കാര്യത്തിൽ ഇപ്പൊ അവർ ആരെങ്കിലും കരയാണെങ്കിൽ തന്നെ അവർ വന്ന് കെട്ടിപ്പിടിക്കും. അവര് കരയാണെങ്കിൽ തന്നെ അവർക്ക് അതൊക്കെയാണ് വേണ്ടത്. അവർക്ക് നമ്മൾ ദൂരെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ല. അവർക്ക് സ്പർശനം വേണം. സ്പർശനത്തിലൂടെയാണ് അവർ സ്നേഹം മനസ്സിലാക്കുന്നത്. കൊച്ചു കുട്ടികൾ തന്നെ, ഇപ്പൊ പല റിസർച്ചും പറയുന്നുണ്ട്, കൊച്ചു കുട്ടികൾക്കൊക്കെ ഇല്ലേ, ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ സ്പർശനം അനുഭവിച്ച് വളരുന്ന കുട്ടികൾ ഇമോഷണലി കുറച്ചും കൂടി മെച്യൂർ ആയിരിക്കും. അവർക്ക് സ്നേഹം കണ്ടറിഞ്ഞ് വളരുന്ന മക്കളായിരിക്കും. പക്ഷെ അധികം സ്പർശനമൊന്നും ഇല്ലെങ്കിലോ അവർ ഇമോഷണലി ഡിപ്രൈവ്ഡ് ആയിരിക്കും. അവർക്കാണ് കൂടുതലും ഈ എന്താ പറയാ, ഇങ്ങനെ
വിഷാദം അങ്ങനത്തെ രോഗങ്ങൾ ആയി മാറാനുള്ള ചാൻസസ് കൂടുന്നത്. അപ്പൊ സ്പർശനം വലിയൊരു രീതിയാണ് സ്നേഹം അറിയിക്കേണ്ടത്. അത് പല രീതിയിലാവാം. അത് നമ്മൾ വെറുതെ തൊട്ടുകൊണ്ടാവാം. നമ്മൾ ഈ മുടിയിലൂടെ ഇങ്ങനെ കൈയൊക്കെ ഇതാക്കിയിട്ട് തോളത്ത് കൈവച്ച് സംസാരിക്കുന്നതാവാം, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതാവാം, ഒരു ഹൈഫൈ കൊടുക്കുന്നതാവാം, ഹോൾഡിങ് ഈച്ച് അതർ ഉണ്ട്, കിസ്സിങ് ഉണ്ട്, ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്. ഇതൊക്കെ അവരുടെ സ്നേഹത്തിന്റെ ഭാഷയാണ്. അതിലാണ് അവർ സ്നേഹം അളക്കുന്നത്. അത് എപ്പോഴും ഇങ്ങനെ ഈ എല്ലാ പ്രാവശ്യം കിസ്സിങ് വിസ്സിങ് അത് മാത്രമല്ല കേട്ടോ, അത് തൊടണം, തൊടലുണ്ടാവണം അവിടെ. അങ്ങനെ തൊടണില്ല എന്നുണ്ടാവോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഒരു ഫിസിക്കൽ ടച്ച് ലവ് ലാംഗ്വേജ് ആരുടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവര് വിചാരിക്കുക സ്നേഹമില്ല എന്നാണ്. സാധാരണ അങ്ങനെ എപ്പോഴും നമ്മൾ ഇതില്ല, അല്ല എന്തെങ്കിലുമൊക്കെ ഇവന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നേരത്ത് ചിലപ്പോൾ തോളത്ത് കൈയിട്ടൊക്കെ ഫോട്ടോ എടുക്കും. അല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ടോ? TV കാണാൻ നേരത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇത് ഉണ്ടെങ്കിൽ ലവ് ലാംഗ്വേജ് നമ്മുടെ ഫിസിക്കൽ ടച്ച് ആണെങ്കിൽ നമ്മൾ രീതികൾ കണ്ടെത്തണം. ആ ഭാഷ അവരോട് സംസാരിക്കാനുള്ള രീതികൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താണ് ചെയ്യാണ്ടിരിക്കേണ്ടത്? അപ്പൊ ടച്ച് ഒരുപാട് കാലത്തേക്ക് ടച്ച് ഇല്ല എന്ന് വിചാരിക്കുക. ഒരു സ്പർശനം വരുന്ന രീതിയിൽ നിങ്ങളുടെ ഇതില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ കരുതുക അവർക്ക് സ്നേഹമില്ല എന്നാണ് കരുതുക. അത് അവർക്ക് വളരെയധികം വിഷമം വരുത്തുന്ന കാര്യമാണ്. അവർക്ക് അറിയില്ലായിരിക്കാം കേട്ടോ, ഇത് അവരുടെ സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ലായിരിക്കാം. നേരത്തെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ആക്ട്സ് ഓഫ് സർവീസിലും അവർ ചോദിക്കുന്നത് സഹായമാണെങ്കിൽ പോലും അവർ ശരിക്കും ചോദിക്കുന്നത് സ്നേഹമാണ്. അതേപോലെ തന്നെയാ ഫിസിക്കൽ ടച്ച് അവരുടെ ഭാഷയാണെന്ന് ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം. അത് കാരണം തന്നെ അവർക്ക് ഫ്രണ്ട്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും അവർക്കെല്ലാം, വീട്ടുകാരൊന്നും ആയിരിക്കില്ല. വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കൂല. മക്കളൊക്കെ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഒത്ത് കളിച്ച് അല്ലെ, തോളത്ത് കൈ ഇട്ട് നടന്ന് അല്ലെ കയ്യിൽ കൈ പിടിച്ച് നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അവർക്കെല്ലാം. അതിപ്പോ ടീനേജേഴ്സ് ആയാലും ഇതായാലും. അത് കാരണം അവർക്ക് ചിലപ്പോൾ ലവ് അഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. കാരണം അവിടെ അവർക്ക് വേണ്ട ലവ് ലാംഗ്വേജ് കിട്ടുന്നുണ്ട്. വീട്ടിലത് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ അച്ഛനമ്മമാരെ എത്ര എല്ലാ വക കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എല്ലാ വക നല്ല കാര്യങ്ങളും ഇത് പറഞ്ഞു കൊടുത്താലും പക്ഷെ ടച്ച് ഇല്ലെങ്കിൽ, മക്കളോട് ആയാലും ടച്ച് ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ കിട്ടുന്നില്ല. അവരുടെ ഇമോഷണൽ ലവ് ടാങ്ക് വീട്ടിൽ നിന്ന് നിറയണില്ല. അപ്പൊ അത് പുറത്ത് എവിടെയാണോ ആരാണോ നിറയ്ക്കുന്നത് അവരുടെ അടുത്തേക്കാണ് അവർ പോവുക. അവരാണ് അവർക്കെല്ലാം. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കല്ലോ അത് ചെറുപ്പത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ദേ അപ്പൊ ഫ്രണ്ട്സ് മതി, ഇപ്പൊ ഇവിടെ നോക്കണ്ട, വീട്ടിലിരിക്കില്ല ഒട്ടും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ലവ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. അപ്പൊ അത് അവർക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ അവർ പോവും. അത്രേ ഉള്ളൂ. വീട്ടിലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ വീട്ടിലിരിക്കും, എല്ലായിടത്തും ഇരിക്കും. ഓക്കെ. അപ്പോൾ അവോയ്ഡ് ചെയ്യാം ഒരുപാട് കാലത്തേക്ക്. ഒരു സ്പർശനം അവോയ്ഡ് ചെയ്യുന്നതാണ് ഇവരെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം. വേറെ ഇവരെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുക. നമ്മൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ പഠിച്ചപ്പോഴും ശ്രദ്ധിച്ചില്ലേ? അതായത് നല്ല വാക്കുകൾ കൊണ്ട് അവരുടെ ടാങ്ക് ഫില്ലാവുന്നുണ്ടെങ്കിൽ തന്നെ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവരോട് ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ ഒരുപാട് വിഷമിപ്പിക്കും. അത് ഒരുപാട് മുറിവേൽപ്പിക്കും. പെട്ടെന്നൊന്നും അവരത് മറക്കില്ല, പെട്ടെന്നൊന്നും അത് ഹീലാവില്ല. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ ടച്ച്. ലവ് ലാംഗ്വേജ് ആയ ആൾക്കാരോട് ആരെങ്കിലും അടിച്ചാലോ അല്ലെങ്കിൽ പിച്ചാലോ ദ്രോഹിച്ചാലോ, ഫിസിക്കലായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം നോവിക്കും. അങ്ങനത്തെ ഒക്കെ കുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്നൊന്നും അതിൽ നിന്ന് ഇപ്പൊ പിന്നെ എത്ര ചോക്ലേറ്റ് കൊടുത്തിട്ടും കാര്യങ്ങളും അതൊന്നും ഇതാവില്ല, അവരത് മറക്കില്ല. കാരണം അവരുടെ മനസ്സിൽ അതിന്റെ മുറിവുകൾ ഏൽക്കാണ്. നമ്മൾ അവരെ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കെയിൽ കൊണ്ട് അടിക്കുക, പിച്ച് എന്ത് തന്നെ നുള്ളി, കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ തന്നെ. വലിയവരിൽ തമ്മിലും അടി ഉണ്ടാവല്ലോ. അപ്പൊ മർദ്ദനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അത് അവർക്ക് കുറേ അധികം ഹേർട്ട് ചെയ്യും. ഇപ്പോൾ ചികിട്ടത്തടിക്കുക അങ്ങനെയൊക്കെ ചിലവർ ചെയ്യല്ലോ ദേഷ്യം വരുമ്പോൾ. എസ്പെഷ്യലി ലവ് ലാംഗ്വേജ് അവരുടെ ഫിസിക്കൽ ടച്ച് ആണെങ്കിൽ അവർക്കത് ഒരിക്കലും സഹിക്കില്ല. ഓക്കെ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു അല്ലെ, നമ്മൾ പഠിച്ചു. വേർഡ്സ് ഓഫ് അഫർമേഷൻ, നമ്മൾ ക്വാളിറ്റി ടൈം, ഗിഫ്റ്റ്സ്, ആക്ട്സ് ഓഫ് സർവീസ്, പിന്നെ ഫിസിക്കൽ ടച്ച്.
അപ്പൊ ഈ 5 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ 5 പല ഭാഷകള്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിനിപ്പോ ഓൺലൈനൊക്കെ ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾക്ക് ആ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ കുറച്ച് ആൻസേഴ്സ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് പറയും അത് റിസൾട്ട്. ഇന്നതാണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 5 മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ലാംഗ്വേജിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. എൻ്റെ ഇതും ഇതുമാണല്ലോ എന്ന്. ഇതെല്ലാം ഉണ്ട് നമ്മളിൽ, പക്ഷെ 1-2 ആയിരിക്കും ഡോമിനന്റ് ആയിട്ടുള്ളത്. ആ 1-2 ഒരെണ്ണമായിരിക്കും ഡോമിനന്റ് ആയിട്ടുള്ളത്. അത് ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത്, ഏതില്ല, ഇല്ലെങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റാണ്ട് വരെ. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരാൾക്കും വേണമെങ്കിൽ ഈ ടെസ്റ്റ് അയച്ചു കൊടുക്കാം. തീരെ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുക, അവരെന്താ പറയുന്നത്. കുറെ പ്രാവശ്യമൊക്കെ അവര് ചോദിക്കും. സ്നേഹം, ലവ് ടാങ്ക് നിറയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ അവര് തന്നെ ചോദിക്കും നമുക്ക് എന്താ വേണ്ടേന്ന്. അവർ നമ്മുടെ അടുത്ത് വരും, നമ്മളോട് തൊടും. അവർ വേറൊരാളോട് പോകുമ്പോൾ തൊട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. ഇങ്ങനെ ചിലർ ഇങ്ങനെ സംസാരിക്കില്ല, പക്ഷെ ചിലർ ഇങ്ങനെ തോളത്ത് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കൈമേ കൈ പിടിച്ചിട്ടൊക്കെയാ തൊട്ട് സംസാരിക്കാം. ഇല്ല, കയ്യിൽ കൈ പിടിക്കും. ഒരാളെ പുതിയത് കാണുമ്പോൾ, കുറെ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ കയ്യിൽ കൈ പിടിച്ചിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ടച്ച്, അതാണ് അവരുടെ ലവ് ലാംഗ്വേജ് അല്ലെ. അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുന്നതോ, അല്ലെങ്കിൽ ചിലർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗസ്റ്റ് ആയാലും വന്നിട്ടുണ്ടെങ്കിൽ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാത്രം കഴുകാനൊക്കെ അല്ലെങ്കിൽ ടേബിൾ തുടങ്ങി സഹായിക്കും. ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് കയറാം. ആക്ട്സ് ഓഫ് സർവീസ് ആണ് അവരുടെ ലവ് ലാംഗ്വേജ്. അതാണ് അവർക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവര് സഹായിക്കും. അവര് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആ രീതിയിലാണ് കേട്ടോ. അത് തന്നെയാണ് അവർക്ക് തിരിച്ചിഷ്ടം. ഓക്കെ. പിന്നെ ക്വാളിറ്റി ടൈം, മറ്റെല്ലാ വക കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മളോട് സംസാരിക്കും. വേറെ ഫോൺ വന്നാലും കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അവർ വേറെ ഒന്നും നോക്കില്ല പിന്നെ. അപ്പോൾ ക്വാളിറ്റി ടൈം അവരുടെ ലവ് ലാംഗ്വേജാണ്. എന്തുണ്ടെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല വാക്കുകൾ പറയും. ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ, വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ, എൻകറേജ്മെന്റ്, അല്ല പ്രോത്സാഹനം, വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. വേർഡ്സ് ഓഫ് അഫർമേഷൻ. പിന്നെ ഗിഫ്റ്റ്സ്, എപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുത് വാങ്ങിക്കൊണ്ടിരും അല്ലേ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഈ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് ഒക്കെ അവർ എന്തോരം പ്ലാൻ ചെയ്തിട്ടായിരിക്കും അറിയോ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് വരാം. എന്നിട്ട് ആ ഗിഫ്റ്റ് കിട്ടിയിട്ട് അവർ റെസിപ്രോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്ത് പ്ലാൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക ആനിവേഴ്സറിക്ക്. വൈഫ് തിരിച്ചൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഹസ്ബൻഡിന് അത് ഭയങ്കര വിഷമം. അങ്ങനെ തന്നെയാ കുട്ടികൾക്കും അതെ. അവരുടെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഗിഫ്റ്റൊക്കെ അവർ പ്ലാൻ ചെയ്ത് ബർത്ത്ഡേക്ക് കൊടുക്കും. അപ്പൊ അവരുടെ ബർത്ത്ഡേക്ക് അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗിഫ്റ്റ്സ് അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ചെയ്ത അത്ര എഫേർട്ട് ഇട്ട് ഒരാൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവർക്ക് വിഷമം. കാരണം അത് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. നമ്മൾ മനസ്സിലാക്കണം, ഇത് കിട്ടാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല അത് ട്ടോ. അത് അവരുടെ സ്നേഹത്തിന്റെ ഭാഷ. ഈ ചിലരൊക്കെ പറയും, ഈ പറയുന്നവരുടെ ലവ് ലാംഗ്വേജ് അല്ല ഫിസിക്കൽ ഇത് ഗിഫ്റ്റ്സ്. ചിലർ പറയില്ല ഈ കൊടുക്കലും വാങ്ങലൊന്നും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ കൊടുക്കലും വാങ്ങലൊക്കെ നിർത്താം, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, എന്തിനാ വെറുതെ, നല്ല ഇതിൽ വന്ന അങ്ങനെയൊക്കെയും പറയുന്നവരുണ്ട്. എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ ഉണ്ട്. ഞാൻ ഇതൊക്കെ അതാണ് കേട്ടോ, അതാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ്സ് അല്ല. അപ്പൊ ഗിഫ്റ്റ്സ്, ലവ് ലാംഗ്വേജ് ആയ ആൾക്കാർക്ക് ഗിഫ്റ്റ്സ് തന്നെ കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 5 കണ്ടു.